من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭത്തിലും സമയത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പരിസരത്തുള്ള അറബ് നാടുകൾക്കും അല്ലാത്ത ഭൂപ്രദേശങ്ങളിലെ ഭരണാധികാരികൾക്കും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കത്തുകൾ അയക്കാറുണ്ടായിരുന്നു. ഹിർക്കൽ ചക്രവർത്തിക്കും നബിയുടെ കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതൻ മുഖേന അയച്ചു കൊടുത്തു. ഹിർക്കലിന് കത്ത് കിട്ടി. ആ സമയത്ത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. ഇസ്ലാമിനെ ശക്തമായി എതിർത്തിരുന്ന ആളാണ്. ഉഹദ് യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ സൈന്യത്തിന്റെ തലവനായിരുന്നു അബൂ സുഫിയാൻ. ബദറിന് കാരണമായ കച്ചവട സംഘം, മുസ്ലിങ്ങൾക്കെതിരെ സമ്പത്ത് ശേഖരിക്കാനുള്ള കച്ചവട സംഘത്തിന്റെ തലവനും അബൂ സുഫിയാനായിരുന്നു. അത്രമേൽ ഇസ്ലാമിനെ എതിർത്തിരുന്നവരാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘം വന്ന് ഷാമിലുണ്ടായിരുന്നത് കൊണ്ട് ഹിർക്കൽ ചക്രവർത്തി കത്തിനെ കുറിച്ചറിയാൻ ആ കച്ചവട സംഘത്തെ വിളിപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഈ അയ്യുക്കും അഖറബു നസബൻ ബിഹാദർ റജുലില്ലദി യസ്അമു അന്നഹു നബി, നബിത്വം വാദിക്കുന്ന, നബിയാണെന്ന് വാദിക്കുന്ന ഈ മനുഷ്യനോട് ഏറ്റവും അടുത്ത കുടുംബ ബന്ധമുള്ള ആളാരാണ്? അബൂ സുഫിയാൻ പറഞ്ഞു, ഖുൽതു അന അഖറബുഹും നസബ, എനിക്കാണ് ഏറ്റവും അടുത്ത ബന്ധമുള്ളത്. അദ്ദേഹത്തെ മുന്നിലേക്ക് വിളിച്ചു നിർത്തി, ബാക്കിയുള്ളവരെ പുറകിൽ നിർത്തി. എന്നിട്ട് ട്രാൻസ്ലേറ്ററോട് പറഞ്ഞു, അബൂ സുഫിയാൻ, ഈ മനുഷ്യൻ എന്തെങ്കിലും ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കളവ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഇയാൾ പറയുന്നത് നുണയാണ്. അബൂ സുഫിയാൻ പറയാണ്, ഞാൻ കളവ് പറയണം എന്നുണ്ടായിരുന്നു, പക്ഷേ മുഹമ്മദ് നബിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. എന്നെ എന്റെ നാട്ടുകാർ കള്ളൻ എന്ന് വിളിക്കും എന്ന അപമാനഭാരം കൊണ്ട് ഞാൻ കളവ് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ മുഹമ്മദിനെ കുറിച്ച് കളവാണ് പറഞ്ഞു കൊടുക്കുക. ആ ചക്രവർത്തി എന്നോട് ചോദിച്ചത് എന്താണ്? അബൂ സുഫിയാൻ പറയണം, എന്താണ് ചോദിച്ചത്? നിങ്ങളിൽ ഇദ്ദേഹത്തിന്റെ കുടുംബം എങ്ങനെയുള്ള ആളാണ്? മുഹമ്മദിന്റെ കുടുംബം എങ്ങനത്തെ കുടുംബമാണ്? അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല തറവാട്ടുകാരനാണ്.
قال فهل قال هذا القول منكم أحد قط قبله. അദ്ദേഹം നബിയാണെന്നും അള്ളാഹുവിനെ ആരാധിക്കണമെന്നും ഒക്കെ പറയുന്നു. ഇതിനു മുമ്പ് ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ വാദിച്ചിട്ടുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും വാദിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കന്മാരിൽ ആരെങ്കിലും രാജാക്കന്മാരുണ്ടായിരുന്നോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല. ഇദ്ദേഹത്തെ സമൂഹത്തിലെ പ്രഗത്ഭരും പ്രമാണിമാരുമാണോ പിന്തുടരുന്നതോ ളുആഫാകളാണോ, പാവപ്പെട്ട ദുർബലരായ ആളുകളാണോ ഈ മുഹമ്മദിനെ കൂടുതലായി പിൻപറ്റുന്നത്? ബൽ ളുആഫാഉഹും. അബൂ സുഫിയാൻ പറഞ്ഞു, നാട്ടിലെ ദുർബലരായ അശരണരായ ആളുകളാണ് കൂടുതലായി മുഹമ്മദിനെ പിൻപറ്റുന്നത്. അം യസീദൂന അം യൻഖുസൂൻ. ഈ ആളുകളുടെ എണ്ണം കുറയുകയാണോ കൂടുകയാണോ? അബൂ സുഫിയാൻ പറഞ്ഞു, അവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുഹമ്മദിനോടുള്ള ദേഷ്യത്താൽ ആരെങ്കിലും മതം വിട്ട് പുറത്തു പോയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ആരും പുറത്തു പോയിട്ടില്ല. അദ്ദേഹം കളവ് പറയാറുണ്ടോ? അദ്ദേഹം കളവ് പറയാറില്ല. അദ്ദേഹം വഞ്ചന ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം വഞ്ചന ചെയ്തിട്ടില്ല. ആരെയും വഞ്ചിക്കാറില്ല അദ്ദേഹം. പിന്നെ ഹുദൈബിയ സന്ധി കഴിഞ്ഞ ഒരു കാലമായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയെങ്കിലും ഒന്ന് വില കുറച്ച് കാണിക്കാനുള്ള ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളും അദ്ദേഹവും ഇപ്പോൾ ഒരു കരാറിലാണ്. ആ കരാർ അദ്ദേഹം എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല. നബി അതിൽ വഞ്ചന കാണിക്കൂലെന്ന് അറിയാം, എങ്കിലും ഒരു സംശയം ഇട്ടുകൊടുക്കാൻ വേണ്ടി ചെയ്യാം. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞ് അബൂ സുഫിയാനോട് ഹിർക്കൽ അതിനെ സംബന്ധിച്ച് മറുപടി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്തൊക്കെയാണ് നിങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുന്നത് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, നമസ്കരിക്കണം, സകാത്ത് കൊടുക്കണം, സത്യസന്ധത പാലിക്കണം, പിന്നെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം, കുടുംബ ബന്ധം ചേർക്കണം എന്നൊക്കെ ഞങ്ങളോട് മുഹമ്മദ് പറയുന്നു. അപ്പോ രാജാവ് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ. കുടുംബത്തെ കുറിച്ച് ചോദിച്ചു. നല്ല കുടുംബത്തിൽ നിന്നാണ് പ്രവാചകന്മാർ മുമ്പുള്ളവരും കടന്നുപോയിട്ടുള്ളത്. ആ നാട്ടിലെ ഏറ്റവും നല്ല കുടുംബത്തിൽ നിന്നാണ് പ്രവാചകന്മാരുണ്ടാവുക. ഈ പ്രവാചകത്വം മുമ്പാരെങ്കിലും വാദിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ലെന്നാണ് നിങ്ങൾ മറുപടി പറഞ്ഞത്. മുമ്പാരെങ്കിലും വാദിച്ചിരുന്നുവെങ്കിൽ അതിനെ പിന്തുടർന്നുകൊണ്ട് ആ നിലക്കുള്ള ഒരു വാദമാണ് മുഹമ്മദ് കൊണ്ടുവരുന്നത് എന്ന് പറയാമായിരുന്നു. മുമ്പ് നിങ്ങളുടെ കുടുംബത്തിൽ ഭരണാധികാരികൾ രാജാക്കന്മാരുണ്ടോ എന്ന് ചോദിച്ചു. നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാനാണ് ഇദ്ദേഹം ഈ പ്രവാചകത്വം വാദിക്കുന്നതെന്ന് പറയാമായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞത് മുമ്പ് പ്രവാചകന്മാർ ഭരണാധികാരികൾ ആരും ഉണ്ടായിട്ടില്ല. ഓരോ കാര്യങ്ങളും പ്രവാചകന്മാരെ ദുർബലരാണ് എല്ലാ കാലത്തും പിൻപറ്റിയിട്ടുള്ളത്. അവർ ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഇതൊക്കെ ഒരു പ്രവാചകന്റെ അടയാളമാണ് എന്ന് ഹിർക്കൽ തന്റെ ട്രാൻസ്ലേറ്ററിലൂടെ അബൂ സുഫിയാനോട് പറയാം. പിന്നീട് പക്ഷേ തന്റെ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ അംഗീകരിക്കാതിരിക്കുകയും അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാതിരിക്കുകയുമാണ് ചെയ്തത്. അപ്പൊ അത് വേറൊരു വശമാണ് ഞാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു? പ്രവാചകനിലെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്കേറെ വ്യക്തത കിട്ടുന്ന ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് ഈ ഒരു സംഭവം. അബൂ സുഫിയാൻ തന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ഹിർക്കലുമായി പ്രവാചകന്റെ കത്ത് കിട്ടിയതിനു ശേഷം നടത്തിയ ഈ സംസാരം എന്ന് പറയുന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. നബിയെ റബീഉൽ അവ്വലിൽ മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്, എല്ലാ മാസത്തിലും നമ്മൾ ചർച്ച ചെയ്യണം. എല്ലാ മാസത്തിലും നമ്മൾ പ്രവാചകനെ പഠിക്കണം. എല്ലാ മാസത്തിലും നമ്മൾ പ്രവാചകനെ അനുധാവനം ചെയ്യണം. ഒരു സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന് നൽകിയ അല്ലാഹുവിന്റെ കരാർ, فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. ആദം നബിയെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പറയും, ഞാൻ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും, ഞാൻ ഹിദായത്ത് തരും, ഹുദ നൽകും. ആ ഹുദയെ ആരാണോ പിന്തുടരുന്നത്, നാം നൽകുന്ന മാർഗനിർദ്ദേശങ്ങളെ ആരാണോ അതനുസരിച്ച് ജീവിക്കുന്നത്, അവർക്കാണ് ഭയവും ദുഃഖവും ഇല്ലാത്ത ലോകത്തെത്തിപ്പെടാൻ സാധിക്കുക. അവർക്കാണ് സ്വർഗത്തിലെത്തിപ്പെടാൻ കഴിയുക. ആ മാർഗനിർദ്ദേശമാണ് നമ്മൾ പിന്തുടർന്ന് ജീവിക്കേണ്ടത്.
അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ മാർഗനിർദ്ദേശത്തിന് മാത്രമാണ് ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കുക. അതല്ലാത്ത മനുഷ്യനിർമ്മിതങ്ങളായ ഏതൊക്കെ ആശയങ്ങളുണ്ടോ അതെല്ലാം തകർന്നു തരിപ്പണമാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ആളുകൾ മതത്തിന്റെ വേലിക്കെട്ടുകളെ പൊളിച്ചു കടന്ന് സ്വാതന്ത്ര്യത്തിന്റെ അതിരുകളില്ലാത്ത ലോകത്തെ ആസ്വദിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇതൊക്കെ എത്രയോ കാലം മുമ്പ് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനത്തെ വാദങ്ങളൊക്കെ അവർക്ക് ലോകത്തിന് നന്മ എന്ന നിലക്കൊന്നും സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത്തരം ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങളെല്ലാം തകർന്നു തരിപ്പണമായതിന്റെ ചരിത്രമാണ് മാനവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഈ ലിബറലിസം പോലെയുള്ള ഹ്യൂമണിസം ഉണ്ടായിരുന്ന ഒരു കാലത്ത് കല്യാണമൊന്നും കഴിക്കണ്ട, ഇവിടുത്തെ മൃഗങ്ങൾ കല്യാണം കഴിക്കണ്ടോ, ഇവിടുത്തെ പക്ഷികൾ കല്യാണം കഴിക്കണ്ടോ, അങ്ങനെ ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ ഉപോൽപ്പന്നമാണ് ഇവിടെ എയ്ഡ്സ് പോലെയുള്ള മനുഷ്യ സമൂഹത്തിന് മരുന്ന് കണ്ടെത്താൻ കഴിയാത്ത വലിയ മാറാ രോഗങ്ങൾ. അതിന്റെ ഉപോൽപ്പന്നമായിട്ടാണ് ഇവിടെ ഉണ്ടായത്. ഇസ്ലാമിക മര്യാദകൾ അനുസരിച്ച്, ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൽ ആ നിയമം അനുസരിച്ച് ആ അള്ളാഹു പഠിപ്പിച്ചിരുന്ന മാർഗത്തിലൂടെ ജീവിച്ചത് കൊണ്ട് എന്തെങ്കിലും ഒരു ഭൗതികമായ, ശാരീരികമായ, ആരോഗ്യകരമായ, സാമൂഹികമായ പ്രതിസന്ധി ഉണ്ടായി എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതല്ലാത്തതിനൊക്കെ ഉണ്ട്. കമ്മ്യൂണിസം വന്നവിടെ എല്ലാ മതങ്ങളെയും വെല്ലുവിളിച്ച് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത് ഒരുപാട് മനുഷ്യരെ കൊന്നൊടുക്കി എന്നതല്ലാതെ ലോകത്ത് ആശയം എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അതിന്റെ പേരിൽ കൊല്ലപ്പെട്ട ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ചൈനയിൽ ഒരുപാട് മതങ്ങളുണ്ടായി. ലാവോയിസം പോലെയുള്ള കൺഫ്യൂഷനിസം എന്നൊക്കെ പറഞ്ഞ മതങ്ങൾ ഒക്കെ എവിടെ പോയി? എല്ലാം തകർന്നു തരിപ്പണമായി. ഞാൻ പറയുന്നത് ഇപ്പോൾ ആളുകൾ ഉയർത്തി കാണിക്കുന്ന എല്ലാ ഇസ്ലാം വിരുദ്ധ ഇസങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. മനുഷ്യന് ശരിയായ സമാധാനം ഐഹിക ജീവിതത്തിലും പരലോകത്ത് വിജയവും കിട്ടണമെങ്കിൽ അള്ളാഹുണ്ട്, അത് അള്ളാഹു നമുക്ക് തരാം എന്ന് പറഞ്ഞതാണ്. അള്ളാഹു അതിന് സ്വീകരിച്ച ഒരു നടപടിക്രമം എങ്ങനെയാണ് അള്ളാഹു മനുഷ്യർക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്? അത് സൂറത്ത് അറാഫിലൂടെ നമുക്ക് പഠിപ്പിച്ചു. യാ ബനി ആദം ഇമ്മാ യഅതിയന്നകും റുസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി. നമ്മുടെ പ്രവാചകന്മാർ, നമ്മുടെ ദൂതന്മാർ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോ ആരാണോ അല്ലാഹുവിനെ ഭയപ്പെട്ടത്, ആരാണോ തന്റെ ജീവിതം നന്നാക്കിയത്, അവൻക്ക് സ്വർഗമുണ്ട്, അവൻക്ക് ഭയമില്ലാത്ത, ദുഃഖമില്ലാത്ത ലോകമുണ്ട്. അപ്പൊ അല്ലാഹു ഹിദായത്ത് തരും. ആ ഹിദായത്ത് തരാൻ പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിക്കും. ആ പ്രവാചകന്മാരെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം വരെയുള്ള ഓരോ പ്രവാചകന്മാരെയും നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. നബിമാരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ റസൂലായി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത് അല്ലേ? 300-300-ലധികം വരുന്ന ധാരാളം മുർസലുകളെ നമ്മൾ കാണുന്നത്. മുർസലുകളിൽ നിന്ന് തന്നെ ഉലുൽ അസ്മുകളെ നമ്മൾ കാണുന്നത്. ഖുർആനിൽ പേരെടുത്ത് പരാമർശിക്കപ്പെട്ട 25 നബിമാരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത്. ഈ പ്രവാചകന്മാർ ഇവിടെ കഴിഞ്ഞുപോയി. നോക്കൂ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ്, അവസാനത്തെ പ്രവാചകനാണ്. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എത്ര വ്യക്തമാണ്. ഇവിടെ പല പല മതങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ, പല പല സിദ്ധാന്തങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് പോലെ ഇതൊരു കെട്ടുകഥയല്ല, ഇത് ഐതിഹ്യങ്ങളല്ല, ഇത് ചരിത്രാതീത കാലഘട്ടത്തിൽ എന്നോ കഴിഞ്ഞുപോയ ഊഹാപോഹങ്ങളല്ല, മനുഷ്യന്റെ ഭാവനയിൽ വിരിഞ്ഞുണ്ടായ ഏതെങ്കിലും കെട്ടുകഥകളല്ല. മറിച്ച് പ്രവാചകന്റെ ഹിസ്റ്റോറിസിറ്റി എന്നുള്ളത്, പ്രവാചകന്റെ ചരിത്രപരത എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിന്റെ പച്ചയായ വെളിച്ചത്തിൽ ജീവിച്ച് കടന്നുപോയ മനുഷ്യനായ പ്രവാചകനാണ്. 1400 കൊല്ലം എന്നുള്ളത് മനുഷ്യന്റെ വ്യക്തമായ ചരിത്രത്തിന്റെ കയ്യെത്തും ദൂരത്താണ്. നമ്മൾ 1500-നപ്പുറം BC 1000-ന്റെയും BC 2000-ന്റെയും BC 3000-ന്റെയും ക്രിസ്തുവിന് മുമ്പുള്ള 3000 കൊല്ലത്തിനപ്പുറമുള്ള ചരിത്രങ്ങളെ കുറിച്ച് പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ആളുകളാണ്. അതിന്റെ എത്രയോ ഇപ്പുറം പ്രവാചകന്റെ എല്ലാവിധ അലാമാത്തുകളും അവശേഷിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ നിലനിൽക്കുന്ന ചരിത്രത്തിന്റെ പച്ചയായ വെളിച്ചത്തിൽ
ജീവിച്ചു പോയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ കുടുംബം നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമാണ്. മഹാനായ ഇബ്രാഹിം നബിയുടെ 2 മക്കൾ ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും, ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി, യാക്കൂബ് നബിയുടെ 12 മക്കൾ യൂസുഫ് നബി ഉൾപ്പെടെയുള്ളത് ബനു ഇസ്രായേൽ എന്നറിയപ്പെടുന്നു. ആ ബനു ഇസ്രായേലുകാരിലേക്ക് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നു. എന്നാൽ ഇബ്രാഹിം നബിയുടെ മൂത്ത മകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അറുക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ച ഇസ്മായിൽ നബി, ആ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരകളാണ് അറബികൾ എന്ന് പറയുന്നത്. ആ അറബികളിലെ കഅബയുടെ പരിപാലനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഖുറൈശ് കുടുംബം, മക്കക്കാർക്ക് അവരെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ആ നാട്ടിലെ എല്ലാ കൊല്ലവും ഹജ്ജിന് വരുന്ന ആളുകൾക്ക് അവിടെ സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നത് ഈ ഖുറൈശികളാണ്. ആ ഖുറൈശ് കുടുംബത്തിലെ ആ കാലഘട്ടത്തിലെ ആനക്കലഹം നടന്ന, അഥവാ ക്രിസ്തുവർഷം 571 ആണ്ടിലെ ആനക്കലഹം നടന്ന വർഷത്തിൽ ആ സമയത്തെ ഖുറൈശി തലവനായിരുന്ന ഗോത്ര നേതാവായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെയും വഹബിന്റെ മകൾ ആമിനയുടെയും മകനായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഉണ്ടാവുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിക്കുകയാണ്. അബ്ദുള്ള ആമിന ഗർഭിണിയായിരിക്കെ ഷാമിലേക്ക് യാത്ര പോകുന്നു. യസ്രിബിൽ വെച്ച് രോഗം ബാധിച്ച് ഇന്നത്തെ മദീനയിൽ വെച്ച് അബ്ദുള്ളയുടെ മരണമുണ്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിതാവില്ലാത്ത കുഞ്ഞായി ജനിച്ചു വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ നാട് ത്വായിഫാണ്. ത്വായിഫിൽ നിന്ന് ഉമ്മയോടൊപ്പം തിരിച്ചു വരുന്ന സമയത്ത് അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉമ്മക്ക് രോഗം ബാധിച്ച് ഉമ്മ മരിച്ചു പോകുന്നു. 6 വയസ്സിൽ മാതാവുമില്ലാത്ത അനാഥനായി നമ്മുടെ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരുകയാണ്. നബിയുടെ നബിത്വം കിട്ടുന്നതിന് മുമ്പ്, നബി തന്റെ ശൈശവം വിട്ട് ബാല്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വാപ്പയും ഉമ്മയും പോവുകയാണ്. പിന്നെ നോക്കി വളർത്തുന്നത് അബ്ദുൽ മുത്തലിബ് എന്ന വല്യാപ്പയാണ്. 8 വയസ്സിൽ അബ്ദുൽ മുത്തലിബിന്റെ മരണമുണ്ടാകുന്നു. പിന്നീട് പ്രവാചകന്റെ പരിപാലനത്വം നിർവഹിക്കുന്നത് തന്റെ പിതൃ സഹോദരനായ അബൂ താലിബാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മയെ ഓർക്കുന്നുണ്ട്. സഹാബത്തിനോടൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെ കബറടക്കിയ കബറിടത്തിലേക്ക് മഖബറയിലേക്ക് കടന്നു ചെല്ലുന്നു. നബി കരയുകയാണ് ഒരു കബറിന്റെ അടുത്ത് നിന്നുകൊണ്ട്. ഫഅബ്കാ മൻ ഹൗലഹു, പ്രവാചകന്റെ ചുറ്റുമുള്ള ആളുകൾ നബിയുടെ കരച്ചിൽ കണ്ടു കരഞ്ഞു പോകാൻ. നബിയോട് ചോദിക്കുന്നു, എന്ത് പറ്റി പ്രവാചകരെ? മയുബ്കീക യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്തഅദൻതു റബ്ബി ഫി അൻ അസ്തഗ്ഫിറ ലഹാ ഫലം യുഅദൻ ലി. എന്റെ ഉമ്മയുടെ ഖബറാണിത്. എന്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ, ഉമ്മാക്കൊന്ന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹുവിനോട് ഞാൻ അനുവാദം ചോദിച്ചു. പക്ഷേ എനിക്ക് അല്ലാഹ് അനുവാദം തന്നില്ല. ഉമ്മ മുസ്ലിമത്തല്ലാത്തത് കൊണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലെ ആൾക്കാർ മങ്കൂസ് മൗലൂദ് ഓതും ആമിന റളിയല്ലാഹു അൻഹ എന്ന് പറയും. മങ്കൂസ് മൗലൂദ് എന്ന വലിയ ബിദ്അത്ത്, അവ അതിന്റെ കൂട്ടത്തിൽ ചെയ്യുന്ന വേറൊരു അബദ്ധമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിലക്കും അള്ളാഹു അനുവാദം കൊടുത്തില്ല. ഞാൻ എന്റെ ഉമ്മയുടെ ഖബർ ഒന്ന് സന്ദർശിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, നീ സന്ദർശിച്ചു. ഫഅദിന ലി, എനിക്ക് അനുവാദം കിട്ടി. ഫസൂറു വൽ ഖുബൂർ. സ്വഹാബത്തിനോട് നബി പറഞ്ഞു, നിങ്ങൾ ഖബർ സന്ദർശിക്കണം, നിങ്ങൾക്ക് മരണത്തെ കുറിച്ചത് ഓർമ്മയുണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഇന്ന ഐന അബി, എന്റെ വാപ്പ പരലോകത്ത് എവിടെയായിരിക്കും? നബി പറഞ്ഞു, ജാഹിലിയത്തിൽ മരിച്ചുപോയി. പ്രവാചകന്റെ നിയോഗത്തിന് മുമ്പും ആ നാട്ടിൽ തൗഹീദ് ഉണ്ടായിരുന്നു. മില്ലത്ത് ഇബ്രാഹിം അനുസരിച്ച് ജീവിച്ചിരുന്ന ഹനീഫിയത്തിൽ കഴിഞ്ഞുപോയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഹനീഫുകൾ എന്നവരെ വിളിച്ചിരുന്നു. അതെന്താ? ഇബ്രാഹിം നബി പഠിപ്പിച്ചു വെച്ച തൗഹീദ് അവിടെ ഉണ്ട്. അതനുസരിച്ച് ജീവിച്ച ഒരുപാട് ആളുകൾ, ഒരുപാടെന്ന് പറഞ്ഞുള്ള കുറഞ്ഞ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഷിർക്കിൽ ജീവിച്ച ആളുകളാണ്, അതല്ലാത്ത മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരലോകത്ത് അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. അത് ഏത് മഹാന്റെ എത്ര അടുത്ത ആളുകളായിരുന്നാൽ പോലും. അതുകൊണ്ട് ആ പ്രവാചകന്റെ ഉമ്മയെ കുറിച്ച് പ്രവാചകൻ അങ്ങനെ പറഞ്ഞത്. പ്രവാചകന്റെ വാപ്പയെ കുറിച്ച് പറഞ്ഞത്, എന്റെ വാപ്പ എവിടെയാണ്? നബിയോട് ചോദിച്ച ആളോട് പറഞ്ഞു, ഫിന്നാർ, എന്റെ വാപ്പ നരകത്തിലായിരിക്കും. അയാള് തിരിച്ചു പോകുമ്പോൾ നബി തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന അബീ വ അബാക ഫിന്നാർ, എന്റെ പിതാവും നിന്റെ പിതാവും നരകത്തിലാണ്. എന്റെ പിതാവും നിന്റെ പിതാവും നരകത്തിലാണ്. ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് തന്നെ പ്രവാചകന്റെ പിതാവിന്റെ മരണമുണ്ടായി. 6 വയസ്സിൽ മാതാവ് മരിച്ചു. അബ്ദുൽ മുത്തലിബ് 2 കൊല്ലം സംരക്ഷിച്ചു. പിന്നീട് ഏറെക്കാലം പ്രവാചകന് നുബുവത്തും കിട്ടി. വർഷങ്ങൾ കഴിഞ്ഞാണ് അബൂ താലിബിന്റെ മരണമുണ്ടാകുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിരുന്നു. അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത് ആ അബൂ താലിബിന്റെ സംരക്ഷണത്തിലാണ്. ഒരു പ്രവാചകൻ ഉണ്ടാകേണ്ട എല്ലാവിധ
ശുദ്ധമായ സംശുദ്ധമായ ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. പ്രവാചകനെ എന്താണ് നാട്ടുകാർ വിളിച്ചത്? അൽ അമീൻ എന്നാണ് വിളിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഗ്രഹാരാധക സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പരിശുദ്ധ കഅബാലയത്തിനകത്ത്, അറബികൾ മുഴുവൻ ആദരിക്കുന്ന കഅബാലയത്തിനകത്ത് ധാരാളം വിഗ്രഹങ്ങളുണ്ട്. പക്ഷെ നബി ഒരിക്കൽ പോലും ലാത്തയെ ആരാധിച്ചിട്ടില്ല, ഉസ്സയെ ആരാധിച്ചിട്ടില്ല, അല്ലാഹു അല്ലാത്തവർക്ക് ആരാധനകൾ നൽകിയിട്ടില്ല. ഖദീജ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഐ ഖദീജ വല്ലാഹി ലാ അഅബുദുൽ ലാത്ത അബദാ വല്ലാഹി ലാ അഅബുദുൽ ഉസ്സ അബദാ. ഞാൻ ഒരിക്കലും ലാത്തയെ ആരാധിക്കില്ല, ഞാൻ ഒരിക്കലും ഉസ്സയെ ആരാധിക്കില്ല. 40 വയസ്സിന് മുമ്പാണ്, നുബുവത്തിന് മുമ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രവാചകത്വത്തിന് യോജിച്ച ഏറ്റവും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് വളർത്തിക്കൊണ്ടുവന്നത്. നോക്കൂ, ഒരു യാത്രക്കിടയിൽ ഒരു യാത്രാ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാംസം കൊടുത്തു. അത് അവരുടെ ബലിക്കല്ലിൽ വെച്ച് അറുത്തതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ബലിക്കല്ലുകളിൽ അറുത്തത് ഞാൻ ഭക്ഷിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് സത്യം ചെയ്യുന്ന ഒരു പുരോഹിതനെ സംബന്ധിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് മറുപടി, യാ ഗുലാം അസ്അലുക ബില്ലാത്ത വൽ ഉസ്സ, ഞാൻ ലാത്തയെയും ഉസ്സയെയും മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു എന്ന് നബിയോട് പറയുമ്പോൾ നബി തിരിച്ചെന്താ പറഞ്ഞു, ലാ തസ്അൽനി ബില്ലാത്ത വൽ ഉസ്സ ഷൈഅൻ ഫവല്ലാഹി മാ അബ്ഗദതു ബിഅൽബിഹിമാ ഷൈഅൻ ഖത്ത്. എനിക്ക് അവയോളം വെറുപ്പുള്ള മറ്റൊന്നുമില്ല. അതുകൊണ്ട് ലാത്തയെയും ഉസ്സയെയും സത്യം പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് നീ എന്നോട് ചോദിക്കല്ലേ. നബി ശിർക്കിലേക്ക് പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യം എല്ലാ നിലക്കും വ്യാപകമായിരുന്ന നാടാണ്. പ്രവാചകൻ മദ്യം രുചിച്ചു നോക്കിയിട്ടില്ല, ഒരു ഹറാമിലേക്കും പോയിട്ടില്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആടിനെ നോക്കിയിരുന്ന കാലത്ത് ഒരു സ്ഥലത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിച്ചം കണ്ട ആളുകൾ ക്ഷണിച്ചുകൊണ്ട് പോവാണ്. എന്താ, അവിടെ ഒരു കല്യാണം നടക്കും, ഒരു വിവാഹം നടക്കും. ആ വിവാഹത്തിന്റെ അടുത്ത് ചെന്നപ്പോ അവിടെ എത്തിയപ്പോ അവിടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാദ്യോപകരണങ്ങളും മ്യൂസിക്കുകളും ഇങ്ങനെ തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ അടഞ്ഞുപോയി, നബി ഉറങ്ങിപ്പോയി. അടുത്ത ദിവസത്തെ സൂര്യോദയത്തിന് ശേഷമാണ് അല്ലാഹുവിന്റെ റസൂൽ ഉണർന്നത്. നമ്മുടെ നാടുകളിൽ ഇപ്പോ പുതിയ ട്രെൻഡ് എന്താ? മ്യൂസിക് വേണം, താളമേളങ്ങൾ വേണം, ഡാൻസ് വേണം, ഇവിടെ കല്യാണം കേമാകൊള്ളുന്നതാണ്. മുസ്ലിം വിവാഹങ്ങൾ ഈ നിലക്ക് കൊണ്ടുപോകാൻ ശക്തമായ അജണ്ടകൾ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ സിനിമാക്കാരും ഇവിടുത്തെ ലിബറലുകളും ഒക്കെ അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങി അതിലേക്ക് മുസ്ലിങ്ങളെ എത്തിക്കുന്ന പണിയാണ്. നമ്മുടെ മണ്ണന്മാരായി ഇതിലൊക്കെ പോയി വീഴുകയും ചെയ്യും. ഈ വൃത്തികെട്ട ഇസ്ലാം നിരോധിച്ചതാണ് സംഗീതം, ഒരു തർക്കവുമില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാദ്യോപകരണങ്ങളുടെ ശബ്ദം കേട്ടപ്പോ തന്റെ ചെവിയിൽ വിരൽ തിരുകി ദൂരെ പോയി. കൂടെ ഉണ്ടായിരുന്ന നാഫി എന്ന് പറയുന്ന താബിയിൽപ്പെട്ട കുട്ടിയോട് ചോദിക്കുന്നു, നാഫിയെ ആ മിസ്മാറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കേൾക്കാം. അദ്ദേഹം ചെവിയിൽ നിന്ന് വിരലെടുത്തിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, ആഘോഷവും ഉത്സവവും എല്ലാം ആഘോഷങ്ങളെല്ലാം അള്ളാന്റെ നിയമങ്ങൾ പാലിച്ചാണ്. തോന്നിയ പോലെ കാട്ടിക്കൂട്ടലല്ല, അത് ഇസ്ലാമല്ല, അത് ഇസ്ലാമല്ല, ഒരു മുസ്ലിമിന് യോജിക്കാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിപ്പോയി. 2 ദിവസം അങ്ങനെ സംഭവിച്ചു. ഷെയ്ഖ് അൽബാനി ഈ ഹദീസിന് ളഅഫ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് ഇത് ഹസനാണ് എന്ന് ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, കഅബയുടെ പുനർനിർമ്മാണത്തെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കഅബ പുനർനിർമ്മിക്കുമ്പോൾ മക്കയിലെ ഖുറൈശികൾ എല്ലാവരും അതിൽ പങ്കാളികളാവണം. അതിൽ പങ്കാളികളാകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ ചുമലിൽ കല്ല് ചുമന്ന് കഅബക്ക് വേണ്ടി കല്ല് ചുമന്ന് ഇങ്ങനെ പോകുമ്പോ കൂടെ ഉണ്ടായിരുന്ന അബ്ബാസ് നബിയുടെ പിതൃ സഹോദരനാണെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദേ, നിന്റെ ഉടുതുണിയുണ്ടല്ലോ അത് ഊരി ചുമലിൽ വെച്ച് കല്ല് അതിന്റെ പുറത്തു വെച്ചാൽ നിന്റെ ചുമല് വേദനിക്കൂല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസാർ ഊരിയെടുത്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം ബോധരഹിതനായി വീണുപോയി. അഥവാ നബിയുടെ ഔറത്ത് പോലും ആളുകൾ കാണാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നിലക്ക് സംരക്ഷിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും തരത്തിലുള്ള
ഒരു തിന്മ ചെയ്യാതെ എല്ലാ നിലക്കും പ്രവാചകന്റെ ആ വ്യക്തിത്വത്തെ ശുദ്ധമായ സംശുദ്ധമായ വ്യക്തിത്വത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകൻ എന്ന നിലക്ക് പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ കൊണ്ടുവന്നിരുന്നു. എല്ലാവർക്കും ഉപകാരമുള്ള ആളായിരുന്നു, സമൂഹത്തിൽ സൽപ്പേരുള്ള ആളായിരുന്നു, സമൂഹത്തിൽ സൽകീർത്തിയുള്ള ആളായിരുന്നു. അല്ലേ, നമുക്കറിയാം നബി ആദ്യമായി വഹയി കിട്ടി ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റഇന്റെ മന്ത്രധ്വനികൾ വിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ പറഞ്ഞു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയന്ന് വിറച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. യാ ഖദീജ സമ്മിലൂനി, എനിക്ക് പുതച്ചുതാ ഖദീജ, എനിക്ക് പുതച്ചുതാ. പേടിച്ച് പനിച്ച് വിറച്ച് വരികയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. നബി ആശ്വസിപ്പിക്കുന്ന വാചകങ്ങൾ എന്താ? വല്ലാഹി ലാ യഖ്സിഖല്ലാഹു അബദാ. പ്രവാചകനാണെന്ന് ഹദീബിക്ക് അറിയില്ല. അങ്ങയെ ഒരിക്കലും അല്ലാഹു കൈവെടിയുകയില്ല. അല്ലാഹുവാണേ സത്യം, അങ്ങയെ പടച്ചോൻ കൈവിടൂല. എന്താ കാരണം അറിയോ? തസിലുർ റഹിം, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവനാണ്. തഹ്മിലുൽ കൽ വതക്സിബുൽ മഅദൂം, അശരണർക്ക് വേണ്ടി അധ്വാനിക്കുന്നവനാണ്. പാവപ്പെട്ടവന്റെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവനാണ്. അല്ലാഹു നിങ്ങളെ കൈവെടിയില്ല. ആരായിരുന്നു പ്രവാചകൻ എന്ന് ഖദീജ ബിയുടെ വാചകങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. കഅബാലയത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയായി. ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട കല്ല് അതതിന്റെ സ്ഥാനത്ത് വെക്കണം. ഖുറൈശി ഗോത്രത്തിലെ ഗോത്രക്കാരും കുടുംബക്കാരും തമ്മിൽ തല്ലായി. ആരാണ് അങ്ങോട്ട് എടുത്തു വെക്കുക, ആരാണ് അങ്ങോട്ട് എടുത്തു വെക്കുക, ഞാൻ എടുത്തു വെക്കാം. ചരിത്രം പ്രസിദ്ധമാണ്. അപ്പോ അവര് പറഞ്ഞു നമുക്കൊരു രമ്യതയിലെത്താം, മധ്യസ്ഥതയിലെത്താം. ആരാണോ ആദ്യം ഇങ്ങോട്ട് കടന്നു വരുന്നത് അയാൾ പറയുന്ന തീരുമാനം അനുസരിച്ച് നമുക്ക് നടപ്പിലാക്കാം. അങ്ങോട്ട് കടന്നു വന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. എല്ലാവരും അംഗീകരിച്ചു മുഹമ്മദാണ് വരുന്നത്. മുഹമ്മദ് എന്ത് തീരുമാനമാണോ പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. നബി തന്റെ തട്ടം വിരിച്ചു, അതിനകത്തേക്ക് ഹജറുൽ അസ്വദ് എടുത്തു വെച്ചു. എല്ലാ ഗോത്രക്കാരും ആ തട്ടത്തിന്റെ ഓരോ ഭാഗം എടുത്ത് പൊന്തിച്ചു. നബി തന്റെ കൈ കൊണ്ടെടുത്ത ഹജറുൽ അസ്വദ് എടുത്തു വെച്ചു. ഞാൻ പറയുന്നത് ആളുകൾക്കിടയിൽ അത്രമേൽ സ്വീകാര്യനായിരുന്നു. ഒരു പ്രവാചകനാകാനുള്ള എല്ലാ നിലക്കുമുള്ള ആ ഒരു വളർത്തൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 40 വയസ്സായി അത് മുതൽ പ്രവാചകനായത് മുതൽ ഒരു നല്ല ജീവിതമല്ല. അതിനു മുമ്പ് തന്നെ പ്രവാചകത്വത്തിന് വേണ്ട എല്ലാ ഗുണഗണങ്ങളും ഒത്തിണങ്ങിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലത്ത് വളർത്തിക്കൊണ്ടുവന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകന്റെ ചരിത്രം നമ്മൾ അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അതിനുവേണ്ടി സമയം കണ്ടെത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള. ഒന്ന്, വനിതകൾക്ക് വേണ്ടിയുള്ള ഒരു വിജ്ഞാനവേദി ഇൻഷാ അല്ലാഹ് ഈ 8-ാം തീയതി ഞായറാഴ്ച 2 മണിക്ക് നമ്മുടെ ഈ മദ്രസ ഹാളിൽ നടത്തുന്നുണ്ട്. നമ്മുടെ സഹോദരിമാർക്കെല്ലാം ദീന് കേൾക്കാനും പഠിക്കാനുള്ള ഒരു അവസരമാണ്. നിങ്ങളത് ഉപയോഗപ്പെടുത്തണം. നേരത്തെ കുടുംബസമേതം എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു വിജ്ഞാനവേദിയും നമ്മുടെ പരിസരത്ത് വെച്ച് നടന്നിരുന്നു. അങ്ങനത്തെ സന്ദർഭങ്ങളെല്ലാം അറിയാനും പഠിക്കാനും ഉപകാരപ്പെടുന്ന എല്ലാ സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗിക്കണം. QHLS നമ്മൾ പറഞ്ഞു, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ നമ്മുടെ മദ്രസ ഹാളിൽ ഇവിടെ പള്ളിയിൽ വെച്ച് എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുക്കണം. അതിനൊരു സമയം നമ്മൾ നിശ്ചയിച്ച് മാറ്റിവെച്ച് കണ്ടെത്തി ബാക്കി കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് ക്രമീകരിച്ച് പോകണം. അത് മിക്കവാറും മുന്നോട്ട് പോകുക എന്നുള്ളത് കുറച്ച് റിസ്ക്കാണ്. അതാണ് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വരും. 1-ാം ക്ലാസ്സിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം വരും. അവ നമ്മളാണെങ്കിൽ ഒരു തിരക്ക് വന്നാൽ പിന്നെ ആദ്യം മാറ്റി വെക്കുക, ആദ്യം ലീവ് പറയാം. അവിടെ 1-ാം ക്ലാസ്സിലും അങ്ങനത്തെ ദീനീ കാര്യങ്ങളൊക്കെ എന്നാൽ പിന്നെ അതാണ് ഒഴിവാക്കുക എന്നാണ് ചിന്തിക്കുക. അങ്ങനത്തെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അത് എന്ത് വില കൊടുത്തു ഞാൻ പങ്കെടുക്കും, എൻ്റെ ദീന് പഠിക്കാനുള്ള ഒരു അവസരമാണ്, അതെന്ത് വില കൊടുത്തു ഞാൻ നിലനിർത്തും. ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കും, കുറച്ച് മുമ്പ് ചെയ്യും, തലേ ദിവസം ചെയ്യും, അത് കഴിഞ്ഞ് ചെയ്യും. അങ്ങനെയൊക്കെ ക്രമീകരിച്ചാലേ നമ്മൾ നടന്നുകൊള്ളൂ.
നമ്മുടെ ദീന് നന്നാവുക, നമ്മുടെ ഹിദായത്ത് നന്നാവുക എന്നൊക്കെ പറയുന്നത് ഇൽമു വർദ്ധിക്കുമ്പോഴാണ്, അറിവുണ്ടാകുമ്പോഴാണ്, ദീൻ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അതിന് ശൈത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. അവിടെ നമുക്ക് ചെറിയ കാരണം കിട്ടിയ ശൈത്താൻ അങ്ങനെ വലുതാക്കി പെരുപ്പിച്ച് കളഞ്ഞ് നമ്മളെല്ലാം പിന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ഖുർആൻ ക്ലാസ്സിൽ നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പഠനരംഗത്ത് നമ്മൾ നല്ലൊരു സമയം ചെലവഴിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, പ്രത്യേകിച്ചും പ്രവാചകന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ സംഗതിയും നമ്മുടെ ഈമാൻ കൂടുതൽ 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 ഉറക്കാനും വർദ്ധിക്കാനും കാരണമാകുന്ന, നമ്മുടെ വിശ്വാസത്തിന് ഓരോ സന്ദർഭത്തിൽ പരിശോധിച്ചാൽ ഇൻഷാ അല്ലാഹ് പ്രവാചകന്റെ ഹദീസുകളിലൂടെ അതിൻ്റെ മാനസികതകളിലൂടെയൊക്കെ വരും സമയത്ത് നമുക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ പഠിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അതൊരു ഖുതുബയിൽ മാത്രം നമ്മൾ ഒതുക്കരുത്. ഒരുപാട് കാര്യങ്ങൾ നബിയെ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, ധാരാളം ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് ഓർമ്മപ്പെടുത്തുക. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് നബിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതല്ലാതെ ഇസ്ലാം പഠിപ്പിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ എവിടെയുമില്ലാത്ത ബിദ്അത്തുകൾ ആഘോഷിച്ചും എന്താ പറയാ ആ നിലക്ക് അതിനെ ആചരിച്ചും അല്ല നബിയെ സ്നേഹിക്കേണ്ടത്. നബി ജന്മദിനാഘോഷം എന്നുള്ളത് നബിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അവൻ നബിയുടെ ജനനത്തെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. നബി ഏതു മാസമാണ് ജനിച്ചത്? അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റബീഉൽ അവ്വൽ ആണെങ്കിൽ തന്നെ അന്ന് അഭിപ്രായം പറഞ്ഞവർ തന്നെ റബീഉൽ അവ്വൽ ഏതു ദിവസമാണ്? റബീഉൽ അവ്വൽ 12-നാണ് നബി ജനിച്ചത് എന്നത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. 8-നാണെന്ന് പറയുന്നുണ്ട്, 10-നാണെന്ന് പറയുന്നുണ്ട്, എല്ലാ ദിവസവും റമളാനിലാണെന്ന് വരെയുള്ള അഭിപ്രായങ്ങൾ. എന്തുകൊണ്ടാ മുസ്ലിങ്ങൾ ഇത്ര വ്യാപകമായി കൊണ്ടാടുന്ന ഒരു സംഗതിയിൽ ഉറപ്പില്ലാതെ പോയത്? എന്തുകൊണ്ടാണ്? നബി ആഘോഷിക്കാത്തതുകൊണ്ട്. നബിയുടെ കാലം മുതൽ തന്നെ ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമായി കൊണ്ടു നടന്നിരുന്നെങ്കിൽ ഇതിലൊരു സംശയം ഉണ്ടാവില്ല. സ്വഹാബത്തിന് ഇത് അറിയില്ല, നബി ജന്മദിനാഘോഷം എന്താന്നുള്ളത്. താബിഈകൾക്കറിയില്ല, തബഉ താബിഈകൾക്കറിയില്ല, 4 മദ്ഹബിന്റെ ഇമാമുമാർക്കറിയില്ല. ഇവർക്കൊന്നും അറിയാത്തൊരു പുതിയ ആചാരമാണ്. എന്നാ നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇസ്ലാമിൽ നല്ലതാണെങ്കിൽ റസൂൽ പഠിപ്പിക്കും. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറഹ ഹസന, മാലിക് പറയുന്നത്. നല്ലതല്ലേ എന്ന് കരുതി പുതിയൊരു ബിദ്അത്ത് ഉണ്ടാക്കിയാൽ നബി നമ്മളോട് വഞ്ചന കാണിച്ചു, നബി പറഞ്ഞു തരാതെ പോയി നമ്മൾ അതുകൊണ്ട് വാദിക്കുന്നതാണ്. മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം പുതിയതായ ഒരാൾ ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയണം. ഇസ്ലാമിലെ ആരാധനകൾ, ഇസ്ലാമിലെ ആചാരങ്ങൾ അത് റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നും പറഞ്ഞു തരാതെ പോയില്ല, സ്വർഗത്ത് പോകലോ. ഞാൻ പറഞ്ഞത് അതല്ല നബി സ്നേഹം. നബിയെ പഠിക്കലാണ്, നബിയുടെ സുന്നത്ത് പഠിക്കലാണ്, അത് ജീവിതത്തിൽ പകർത്തലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട്. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഞാൻ അങ്ങോട്ട് പള്ളിയിലേക്ക് വരുമ്പോഴും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അല്ലാഹു എല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുകയും വലിയ പരീക്ഷണങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അല്ലാഹു അതെല്ലാം നീക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.